പേരിൽ മാറിപ്പൂവും ചൂടി പോരൂ ഫ്രൈഡ് റൈസ് നിലാമലരെ നിലാമലരി പ്രഭാകിരണം വരാറായി. ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഈ വീഡിയോ കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത്. കാരണം വ്യൂസ് എന്താണെന്ന് വെച്ചാൽ 1K 1.2K സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഉണ്ട്, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത്? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ അത് നിങ്ങൾക്കൊരു സന്തോഷം. അപ്പോൾ കാണുന്നവർ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഇവിടെ ഓഫാണ്. വേറെ എല്ലാവർക്കും പണിയുണ്ട്, ഞങ്ങൾക്ക് ഓഫാണ്. കാരണം ആഴ്ചയിൽ ഞങ്ങൾക്ക് 2 ദിവസം ലീവ് ഉണ്ട്. ആ 2 ദിവസം ഞങ്ങൾ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ ഇന്ന് കോളേജില്ല, കാരണം പബ്ലിക് ഹോളിഡേ ഇന്ന് വരെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കോളേജില്ല, അതുകൊണ്ട് ഞങ്ങളിന്ന് ഫുൾ വീട്ടിലാണ്. അപ്പോൾ വീട്ടിലെത്തി കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബയോ. രാവിലെ എണീറ്റൊരു കോഫിയൊക്കെ ആയിട്ട് ഞാൻ ബാൽക്കണിയിൽ എപ്പോഴും വന്നിരിക്കാറുണ്ട്. എപ്പോഴും അല്ല, ഓഫുള്ള ദിവസങ്ങളിൽ നേരത്തെ എണീക്കുവാണെങ്കിൽ ഞാൻ വന്നിരിക്കാറൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഓഫുള്ള ദിവസം നല്ലപോലെ ലേറ്റായിട്ട് എണീക്കുവാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തൊന്നുമില്ല. അതുകൂടാതെ ഇന്ന് രാവിലെ നല്ലപോലെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഫുഡ് ഉണ്ടാക്കണം, പക്ഷെ ഇവിടെ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. കാരണം എണീക്കുമ്പോൾ എന്തെങ്കിലും ഓഫുള്ള ദിവസമാണെങ്കിൽ എണീക്കുമ്പോഴത്തേക്കും ലേറ്റ് ആവും. പക്ഷെ ഇന്ന് എനിക്ക് പൊതുവെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഉടനെ വിശക്കുന്ന ഒരു കൂട്ടത്തില്ല. അങ്ങനെ അറിയില്ല, നിങ്ങൾക്കിടയിലുണ്ടെങ്കിലും മെൻഷൻ ചെയ്യുക. കാരണം എനിക്ക് വിശക്കും, പല്ല് തേച്ച ഉടനെ എനിക്ക് വിശക്കും. അപ്പം എനിക്ക് എന്തെങ്കിലും കോഫി എന്തെങ്കിലും ഇട്ട് കുടിക്കും. പിന്നെ വിശപ്പ് മാറിയില്ലെങ്കിൽ വീണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഈ ഇടയായിട്ട് എനിക്ക് ചപ്പാത്തി കുഴച്ച് ചുട്ട് തിന്നാൻ ഒരു മോഹം. അങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ല, കാരണം ചപ്പാത്തി ഉണ്ടാക്കിയതിന്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് നമുക്കറിയാം. പക്ഷേ എനിക്ക് ഇന്നലെയും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, ഇന്നും ഞാൻ കുഴച്ച് വെച്ചേക്കോ, ഇനി അത് ഉണ്ടാക്കാം. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പം ഇവിടെ കുറച്ച് പാത്രങ്ങൾ കിടക്കുക, അതൊന്ന് വൃത്തിയാക്കട്ടെ. വൃത്തിയാക്കി കഴുകി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിൻ്റെ കൂടെ കറിയൊന്നുമില്ല, ന്യൂട്ടെല്ലാം വെച്ചങ്ങ് തിന്നുക, എന്തൊക്കെയേ ഉള്ളൂ. ഞാൻ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് ആരും നീ ജോലി എടുക്കാറുണ്ടോ എന്നൊന്നും ചോദിക്കരുത് ഗൈസ്. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. കുക്ക് ചെയ്യാനായിട്ട് വലുതായിട്ട് അറിയില്ലെങ്കിൽ പാത്രമൊക്കെ ഞാൻ വീട്ടിലായാലും ഇവിടെയൊക്കെ കഴുകി കൊടുക്കും. ഇതൊക്കെയല്ലേ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പം എല്ലായിടത്തും വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പം നമുക്ക് ചപ്പാത്തി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്, അതിനി പരത്തി ചുടാം. എന്നോട് എല്ലാവരും പറയും എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ ഇടാൻ നോക്കുന്നത്. എപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പറയും, ഫ്രണ്ട്സ് എന്ന് പറയുമ്പം അടുത്തുള്ള ഫ്രണ്ട്സ് പറയും. പിന്നെ വീട്ടിൽ എൻ്റെ ഒരു ചേച്ചി എപ്പോഴും പറയും എല്ലാ ദിവസവും വീഡിയോ ഇടുക, എങ്കിലേ ആൾക്കാർ കാണത്തുള്ളൂ. പക്ഷെ വീഡിയോ എടുക്കാനും ഇടാനും എഡിറ്റ് ചെയ്യാനും ഭയങ്കര മടി. അതുകൊണ്ട് പിന്നെ എപ്പോഴും അങ്ങനെയൊന്നും വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത്. അപ്പം ഞാനിന്ന് ഫ്രീ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ചതില്ല. പക്ഷെ രാവിലെ ഒരു മൂഡ് ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ എടുക്കുന്ന വീഡിയോ ആണ് ഇതൊക്കെ. ഇന്ന് എനിക്ക് മാത്രമല്ല തുമ്പിക്കും ഓഫാണ്, പക്ഷെ അവിടെ കിടന്ന് ഉറങ്ങാം. പിന്നെ ഞാൻ മനഃപൂർവ്വം വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതിയിട്ട്, ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് എണീപ്പിക്കാണ്ടിരുന്നേ. അവളെ കൂടെ ഒന്ന് ഉണർത്തിയിട്ട് വരാം. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ആദ്യത്തെ ചപ്പാത്തി തന്നെ കരിഞ്ഞു പോയി, എങ്കിലും കുഴപ്പമില്ല, ഫസ്റ്റ് ട്രയലിൽ. പിന്നീട് അങ്ങോട്ട് എല്ലാം സെറ്റായി. അങ്ങനെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി തുമ്പിനെ വിളിക്കാൻ പോകാം. പണിയൊന്നുമില്ല എടാ തനിക്ക്? ഇവിടെ ഇന്ന് രാവിലെ മുതലേ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ 2 കോഫിയൊക്കെ ഇട്ടിട്ട് പുറത്ത് ബാൽക്കണിയിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ബാൽക്കണിയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. അതും നല്ല മഴയും തണുപ്പും കോഫിയൊക്കെ ഇട്ടിട്ട് പൊളിയായിരുന്നു ഗൈസ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പുറത്തിരുന്നൊക്കെ കഴിക്കുന്നത്. ഞങ്ങൾ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ആംബിയൻസിൽ ഇത് കഴിച്ചിട്ടില്ല. ഞാനും തുമ്പി മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു, രാവിലെ മഴയുണ്ടായിരുന്നു, ചെറിയൊരു തണുപ്പുണ്ട്. എങ്കിലും പുറത്തിരുന്ന് ആ ഒരു ആംബിയൻസിലിരുന്ന് കഴിക്കാനായിട്ട് ഞങ്ങളത് പ്ലാൻ ചെയ്തു. അതാണ് ഞങ്ങൾ പിന്നെ ഇവിടെ അങ്ങ് ഇരിക്കുന്നത്. ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, തുമ്പി വരണം.
അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ റൂമിലുണ്ടായിരുന്നുള്ളൂ. അപ്പം പെട്ടെന്ന് തോന്നിയൊരു പ്ലാനിലാണ് ഞങ്ങൾ പുറത്തിരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നത്. അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എനിക്കൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. ഞാൻ ചില സമയങ്ങളിൽ വ്ളോഗ് എടുക്കാമെന്ന കാര്യമേ ഞാൻ മറന്നുപോകും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആയി നിൽക്കുവാണ്. ഞാൻ ഇന്നത്തെ ഒരു ഫുൾ വ്ളോഗ് എടുക്കാമെന്നാണ് കരുതിയത്. പക്ഷേ രാവിലെയൊക്കെ ഫുഡ് കഴിച്ച ശേഷം ഞാൻ വീണ്ടും വന്ന് കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. എപ്പോഴും എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ മറന്നുപോയി. ഞാൻ വ്ളോഗ് എടുക്കുന്ന കാര്യമൊക്കെ ഞാൻ മറന്നുപോകും. അതുകൊണ്ട് പിന്നെ കുറേയൊക്കെ ഒന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ പുറത്തു പോകും. അപ്പോഴേ ഞാൻ ആലോചിച്ചത്, അയ്യോ രാവിലെ വ്ളോഗ് എടുത്തതിൻ്റെ ബാലൻസ് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ അതിൻ്റെ ബാലൻസാണ്. ഇന്നലെ ഞാനും എൻ്റെ കൂടെയുള്ള റൂമിലുള്ള ഒരാളും കൂടെ ചേർന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സ്പോട്ട് തപ്പി വന്നപ്പം ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ഒരു സ്ഥലം, അതൊരു ഹിഡൻ സ്പോട്ടാണോ പക്ഷെ എനിക്കറിയില്ല. കാരണം അവിടെ അധികം ആരും അങ്ങനെ പോയിട്ടുമില്ല. അതും ഇതൊരു വയൽ പോലെ കിടക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് അവിടെ ആരുമില്ല. അത് കണ്ടവരുടെ സ്ഥലമാണ്. അവിടെ നമുക്ക് പോയി ഇരിക്കാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ മഴയും പെയ്യുന്നുണ്ട്. അപ്പം മഴ സമയത്ത് നല്ലപോലെ കോടയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ പുറത്തൊന്നും ഇറങ്ങാമെന്ന് എഴുതി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മഴയത്ത്. അതുപോലെ ഞാൻ നല്ല മഴയാണെങ്കിൽ കുളിക്കാന്നുള്ളൊരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ട്. അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ഇറങ്ങുന്ന ടൈമായപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ച് മഴയാണെങ്കിൽ മഴയത്ത് കുളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പിൽ നിൽക്കുമായിരുന്നു. ഞങ്ങൾ നിൽക്കുന്ന വീടിനടുത്തുള്ള ഒരു സ്ഥലമാണിത്. നടന്നു പോയിട്ട് ഒരു സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോകാവുന്നുള്ളതൊക്കെ ഉള്ളൂ. പക്ഷേ ഇവിടോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് നാട്ടിലൊരു ഫീല്, നാട്ടിൽ നിന്ന് നമ്മൾ മഴയത്ത് കുളിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം സ്ലൊവേനിയയിലെ 60% കാടും മലയും ഒക്കെ. അതുകൊണ്ട് നമുക്ക് നാട്ടിലെ ഫീൽ തന്നെ നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഗൈസ്, ഞങ്ങൾ ഇറങ്ങിയപ്പം നല്ല മഴയായിരുന്നു. പക്ഷേ ഇവിടെ കറക്റ്റ് സ്പോട്ടിലെത്തിയപ്പോഴത്തേക്കും മഴയെല്ലാം പോയി. ഇങ്ങനെ അങ്ങ് നിൽക്കുക. ഇന്നലെ ഇതേ സ്പോട്ടിൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ നല്ലൊരു സമ്മർ ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് കുറേ നേരം നമുക്കവിടെ ടൈം സ്പെൻഡ് ചെയ്ത് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. അതേ ടൈം ഇന്ന് ഞങ്ങൾ പോയത് നല്ലൊരു മഴ സമയത്തായിരുന്നു. മഴ സമയത്ത് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് തന്നെയായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് മഴയത്ത് കളിച്ചിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയത്. വീട്ടിലോട്ട് പോകാൻ നേരം വീണ്ടും നന്നായിട്ട് പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായി. പിന്നെ അധിക നേരം നിൽക്കാണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് ഫ്രഷായി. അപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.